മമ്മൂട്ടിയുടെ എക്കാലത്തെയും സ്റ്റൈലിഷ് ചിത്രമായ ജോണി വാക്കറിന് പിന്നിൽ നമ്മൾ ആരും അറിയാത്ത അധോലോക കഥയുണ്ടായിരുന്നു. ഒരു മലയാള സിനിമയിലെ വില്ലനായി അഭിനയിക്കാൻ എത്തിയത് സാക്ഷാൽ ബോംബെ അധോലോകത്തിലെ ഒരു റിയൽ ലൈഫ് ഡോൺ ആയിരുന്നു. സെറ്റിലെത്തിയപ്പോൾ സംവിധായകന് കിട്ടിയ സന്ദേശം അയാളെ സൂക്ഷിക്കണം, പുറകെ ശത്രുക്കളുണ്ട് എന്നാണ്. ഒടുവിൽ ആ വില്ലൻ യഥാർത്ഥ ജീവിതത്തിൽ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു. എന്തായിരുന്നു ജോണി വാക്കറിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ സംഭവിച്ചത്? കാണാം ഹിറ്റുകളുടെ കഥയിലൂടെ. കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലെ സന്തോഷ് വില്ലയിലെ മുറിയിലിരുന്ന് ഒരു ഇംഗ്ലീഷ് വാരികയുടെ താളുകൾ മറിക്കുകയായിരുന്നു സംവിധായകൻ ജയരാജ്. വർണ്ണാഭമായ നിരവധി ചിത്രങ്ങൾ. അതിലൊരു ചിത്രത്തിൽ ജയരാജിനെ കണ്ണുടക്കി. ഗംഭീരമായ ഫാം ഹൗസിന് മുൻപിൽ ഒരാൾ നിൽക്കുന്ന ചിത്രം. കുറേയേറെ നേരം ആ ചിത്രം നോക്കിയിരുന്ന ജയരാജിൻ്റെ മനസ്സിൽ ഒരു കഥ പിറക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് ഫാം ഹൗസിൽ താമസിക്കുന്ന ഒരു ധനികൻ്റെ കഥ. ഹൈറേഞ്ചിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ പ്ലാന്ററാണ്. പണത്തിൻ്റെ കൂമ്പാരമുണ്ട് കയ്യിൽ. പക്ഷെ അതെങ്ങനെ ചെലവിടണമെന്ന് അയാൾക്ക് ഒരു പിടിയുമില്ല. കാഴ്ചയിൽ സുന്ദരൻ, എല്ലാ ആഴ്ച അറുതിയിലും അടിച്ചുപൊളിച്ചുള്ള മദ്യപാനം തുടങ്ങിക്കഴിഞ്ഞാൽ നിസ്സാര കാര്യത്തിന് പോലും ബെറ്റ് വയ്ക്കുന്നത് പുള്ളിക്കാരൻ്റെ വിനോദമാണ്. ഇത്തരം പന്തയങ്ങളിൽ തോറ്റാലും ജയിച്ചാലും ആശാൻ പിന്മാറുകയില്ല. ഇങ്ങനെയുള്ള ആരെങ്കിലും തൻ്റെ മനസ്സിലുണ്ടോ എന്ന് ജയരാജ് പരതി. നേരിട്ടറിയുന്നവർ അധികമില്ല. എന്നാൽ കോട്ടയത്തിന് അടുത്ത് തന്നെയുള്ള കാഞ്ഞിരപ്പള്ളിയിലെ ചില ക്രിസ്ത്യൻ പ്ലാന്റർമാരെ ജയരാജിന് പരിചയമുണ്ടായിരുന്നു. അവരുടെ ജീവിത ശൈലിയെപ്പറ്റിയുള്ള അറിവും ജയരാജിന് ഉണ്ടായിരുന്നു. അവരിൽ പലരുടെയും സ്വഭാവമെടുത്ത് കഥാനായകനെ രൂപപ്പെടുത്തിയപ്പോൾ കഥാപാത്രം കൂടുതൽ ശക്തമായി. പിന്നീട് ജയരാജ് ആലോചിച്ചത് ഇത്തരമൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നായക നടനെക്കുറിച്ചാണ്. ആഴവും പരപ്പുമുള്ള കഥാപാത്രമാണ്. കരുത്തുറ്റ അഭിനയശൈലി കൈമുതലായി ഇല്ലാത്തവർ അവതരിപ്പിച്ചാൽ കഥാപാത്രം തന്നെ പാളിപ്പോകും. അടുത്ത ചിത്രത്തിൽ മമ്മൂട്ടിയെ നായകനാക്കിയാൽ കൊള്ളാമെന്ന് ജയരാജിന് ഒരു ആശയുണ്ടായിരുന്നു. എന്നാൽ തിരക്കിട്ട് അഭിനയിക്കുന്ന മമ്മൂട്ടി തനിക്ക് വേണ്ടി ഒരു ഡേറ്റ് മാറ്റിവെക്കുമോ എന്ന സംശയവും ജയരാജിന് ഇല്ലാതിരുന്നില്ല. ഭരതൻ്റെ പ്രണാമത്തിൽ സംവിധാന സഹായിയായി വർക്ക് ചെയ്യുമ്പോഴേ ജയരാജിന് മമ്മൂട്ടിയെ പരിചയമുണ്ടായിരുന്നു. എന്തായാലും മമ്മൂട്ടിയെ കാണാമെന്ന് തന്നെ ജയരാജ് തീരുമാനിച്ചു. പോയാലൊരു വാക്ക്, കിട്ടിയാലോ? മമ്മൂട്ടിയെ കാണാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ കഥാപാത്രത്തെക്കുറിച്ച് വിശദമായും വ്യക്തമായും ആലോചിക്കുവാനും ജയരാജ് മറന്നില്ല. ഇങ്ങനെ വിശദാംശങ്ങൾ ആലോചിക്കുന്നതിനിടയിൽ കഥാനായകൻ്റെ കുടുംബ പശ്ചാത്തലത്തെപ്പറ്റി കൂടുതൽ രൂപരേഖയുണ്ടാക്കി. നായകൻ്റെ രക്ഷകർത്താക്കൾ നേരത്തെ തന്നെ മരിച്ചിരുന്നു. ആകെയുള്ള അനിയൻ മാത്രമാണ് ബന്ധു. അവൻ നഗരത്തിൽ കോളേജിൽ പഠിക്കുന്നു. വാരാന്ത്യങ്ങളിൽ അവൻ ജ്യേഷ്ഠനെ കാണാൻ എത്തുമായിരുന്നു. ഇത്തരം വരവുകൾക്കിടയിൽ കൂട്ടുകാരെ കൂട്ടാനും അയാൾ മറക്കാറില്ല. അനിയൻ്റെയും കൂട്ടുകാരുടെയും ഇടയ്ക്കിരുന്ന് മദ്യപിക്കുകയും അവർക്കൊക്കെ മദ്യം കൊടുക്കുകയും ചെയ്യുന്ന ജ്യേഷ്ഠന് ഫാം ഹൗസിൽ ഒരു സഹായി ഉണ്ടായിരുന്നു. സ്നേഹമുള്ള ഒരു പയ്യൻ, കുട്ടപ്പായി. ഒരനിയൻ ജ്യേഷ്ഠനോടും തിരിച്ചും പെരുമാറേണ്ട മാമൂലുകൾ തട്ടിമറിക്കുന്ന തരത്തിലുള്ള ജ്യേഷ്ഠാനുജന്മാരുടെ കഥ പറയുന്ന ചിത്രത്തിന് അത്ര സ്വാഭാവികമായ ഒരു പേര് ചേരില്ലെന്ന് ജയരാജിന് തോന്നി. ജോണി എന്നാണ് നായകൻ്റെ പേര്. മദ്യത്തെ പ്രണയിക്കുന്ന ഇയാൾക്ക് ജോണി എന്ന പേര് കൊടുക്കുമ്പോൾ ചിത്രത്തിന് ജോണി വാക്കർ എന്ന പേര് നൽകിയാൽ എന്തെന്ന് ജയരാജ് ആലോചിച്ചു. 2 വട്ടം ചിന്തിച്ച ശേഷം ആ പേര് ഉറപ്പിച്ചു. ജോണി വാക്കറുമായി മദ്രാശിയിലേക്ക് തിരിച്ചു. ജയരാജ് മമ്മൂട്ടിയുടെ അടുത്തെത്തി. മമ്മൂട്ടിയോട് കഥയുടെ രൂപമാണ് ആദ്യം പറഞ്ഞത്. കഥ കേട്ടയുടൻ മമ്മൂട്ടി പറഞ്ഞു, ശരി, ഞാൻ ഏറ്റിരിക്കുന്നു, ഡേറ്റ് തരാം. കഥയിൽ ചില മാറ്റങ്ങളും മമ്മൂട്ടി നിർദ്ദേശിച്ചു. അതെല്ലാം ജയരാജ് അംഗീകരിച്ചു. തിരിച്ച് കോട്ടയത്തെത്തിയ ജയരാജ് കഥയുടെ പൂർണ്ണ രൂപം എഴുതി. ഇടയ്ക്ക് അനിയൻ്റെ കോളേജ് സന്ദർശിക്കുന്ന പതിവ് ജോണിക്കുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾക്കിടയിൽ അവിടെ നടക്കുന്ന മയക്കുമരുന്ന് വ്യാപാരത്തെക്കുറിച്ചും ജോണി അറിയുന്നു. ഇതിനിടയിൽ ജോണി ആ കോളേജിൽ ചേർന്ന് പഠിക്കാൻ തീരുമാനിച്ചു. കോളേജിൽ ചേർന്ന ജോണി അവിടുത്തെ വില്ലനെ അറിയുന്നു. തൻ്റെ അനുജനും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം അയാൾ തിരിച്ചറിയുന്നു. വില്ലനുമായി ജോണിക്ക് ഏറ്റുമുട്ടേണ്ടി വന്നു. എന്നാൽ മമ്മൂട്ടി കോളേജിൽ പഠിക്കുന്നത് പ്രേക്ഷകർ വിശ്വസിക്കുമോ, അംഗീകരിക്കുമോ? മമ്മൂട്ടിയുടെ പ്രായവും മമ്മൂട്ടിയെപ്പറ്റി പ്രേക്ഷകർക്കുള്ള ധാരണയും മമ്മൂട്ടി കോളേജ് വിദ്യാർത്ഥിയായി വരുന്നത് പ്രേക്ഷകർ സ്വീകരിക്കില്ലെന്ന് ജയരാജിൻ്റെ സുഹൃത്തുക്കൾ തീർത്തു തന്നെ പറഞ്ഞു. എന്നാൽ ജയരാജിന് അക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നില്ല. കാരണം മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ലല്ലോ. അസാധാരണമായ എന്തിനേയും സ്നേഹിക്കുകയും
ചങ്ങാത്തം കൂടുകയും അനിയൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ മദ്യപിക്കുകയും ചെയ്യുന്ന ആൾക്ക് കോളേജിൽ പഠിക്കാൻ തോന്നിയാൽ അത്ഭുതമില്ലല്ലോ. രഞ്ജിത്തിനെ കൊണ്ട് തിരക്കഥ എഴുതിക്കുവാൻ ജയരാജ് തീരുമാനിച്ചു. എസ് കുമാറിനെ കൊണ്ട് ക്യാമറ ചെയ്യിക്കാനും തീരുമാനിച്ചു. എസ് കുമാർ ആദ്യമായി ജയരാജിനോടൊത്ത് ക്യാമറ ചെയ്ത ചിത്രമായിരുന്നു ജോണി വാക്കർ. ജോണി വാക്കർ എന്ന ഐഡിയ ആദ്യം മനസ്സിലെത്തിയപ്പോൾ തന്നെ ഇതിനായൊരു നിർമ്മാതാവിനെ കണ്ടുപിടിക്കുന്ന വിഷമം ജയരാജിന് അറിയാമായിരുന്നു. കയ്യിലാണെങ്കിൽ നിർമ്മാതാക്കൾ ആരുമില്ല, ആർക്കു വേണ്ടിയും ഒരു ചിത്രം ചെയ്തു കൊടുക്കാമെന്ന് ഏറ്റിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ അനുഭവപ്പെട്ടു. ശുഭാപ്തി വിശ്വാസിയായ ജയരാജിന് ഇങ്ങനെയുള്ള ചിത്രത്തിന് ഒരു നിർമ്മാതാവിനെ ഒത്തുകിട്ടുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെയാണ് നടനും നിർമ്മാതാവുമായ പ്രേം പ്രകാശ് എന്ന കറിയാച്ചനോട് ജയരാജ് കഥ പറഞ്ഞത്. കഥ കേട്ട ഉടൻ തന്നെ മമ്മൂട്ടിയാണ് നായകൻ എന്നതിനാലാവണം കറിയാച്ചൻ ഏറ്റു. പക്ഷേ ഇക്കാര്യം മമ്മൂട്ടി അറിഞ്ഞിരുന്നില്ല. മമ്മൂട്ടി ഇതിനിടയിൽ ജയരാജിൻ്റെ ചിത്രത്തിന് ഒരു നിർമ്മാതാവിനെ കണ്ടുപിടിച്ചിരുന്നു, മുദ്ര ശശി. ഒടുവിൽ പ്രേം പ്രകാശിന് ജയരാജ് വാക്ക് കൊടുത്ത കാര്യം മമ്മൂട്ടി അറിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പരിഹാരവും നിർദ്ദേശിച്ചു. പ്രേം പ്രകാശ് നിർമ്മാണവും മുദ്ര ശശി വിതരണവും ചെയ്യട്ടെ. രഞ്ജിത്തും ജയരാജും തിരക്കഥ എഴുതി തുടങ്ങി. ജയരാജ് തൻ്റെ മനസ്സിലുള്ള കഥ പറഞ്ഞു. കോട്ടയത്തിരുന്ന് എഴുതാമെന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്. കോട്ടയത്തുകാരനായതുകൊണ്ട് ജയരാജിനും ഇത് സ്വീകാര്യമായിരുന്നു. പ്രാരംഭഘട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിൽ രഞ്ജിത്ത് ഒരു ദിവസം ജയരാജിനോട് ഊട്ടിയിൽ വരാൻ പറഞ്ഞു. അവിടെ IV ശശിയുടെ നീലഗിരി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. രഞ്ജിത്ത് തന്നെയാണ് അതിൻ്റെയും സ്ക്രിപ്റ്റ്. പോരാത്തതിന് മമ്മൂട്ടിയാണ് അതിലെ നായകൻ. കൂടുതൽ ചർച്ചകൾക്ക് സൗകര്യമാകുമെന്ന് കരുതി ജയരാജ് ഊട്ടിയിലെത്തി. സെറ്റിൽ ജയരാജ് എത്തിയപ്പോൾ തുമ്പി നിൻ മോഹം എന്ന പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഡാൻസ് ചെയ്യുന്ന കുട്ടികളിൽ ഒരാളെ ചൂണ്ടി മമ്മൂട്ടി ജയരാജിനോട് പറഞ്ഞു, തൻ്റെ കുട്ടപ്പായെ കിട്ടി കേട്ടോ. ജയരാജ് മമ്മൂട്ടി ചൂണ്ടിയ ദിശയിലേക്ക് നോക്കി. അവിടെ നടി മധുബാലയോടൊപ്പം ഡാൻസ് ചെയ്യുന്ന കുട്ടികൾക്കിടയിൽ ചടുലമായി ഡാൻസ് ചെയ്യുന്ന പയ്യനെ ജയരാജ് ശ്രദ്ധിച്ചു. അവൻ്റെ ചലനങ്ങൾ വളരെ രസകരമായിരുന്നു. ഇവൻ തന്നെ മതിയെന്ന് ജയരാജ് തീരുമാനിച്ചു. മമ്മൂട്ടിയുടെ സജഷൻ എത്ര കൃത്യമാണ് എന്ന് ആലോചിച്ച് ജയരാജ് അത്ഭുതപ്പെട്ടു. പൊതുവെ വളരെ ലാഘവത്തോടെയാണ് മമ്മൂട്ടി സ്ക്രിപ്റ്റ് കേൾക്കുന്നത് എന്ന് അദ്ദേഹത്തോട് കഥ പറയാൻ വരുന്ന പലർക്കും തോന്നുമെങ്കിലും അദ്ദേഹം തൻ്റെ യാത്രകളിലും മറ്റും അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമയെപ്പറ്റിയും അതിലെ കഥാപാത്രങ്ങൾ ആരായാൽ നന്നായിരിക്കും എന്നതിനെ പറ്റിയുമൊക്കെ ചിന്തിക്കും എന്ന് ഇതിൽ നിന്ന് ജയരാജിന് മനസ്സിലായി. കേരളത്തിൽ വച്ച് ഇങ്ങനെയൊരു ചിത്രം ഷൂട്ട് ചെയ്യുന്നതിനോട് ജയരാജിന് യോജിപ്പുണ്ടായിരുന്നില്ല. പ്രേക്ഷകർ കണ്ടുമടുത്ത ലൊക്കേഷനുകൾ ഈ ചിത്രത്തിന് തീരെ ചേരില്ല എന്നത് തന്നെ കാരണം. തമിഴ്നാട്ടിൽ വച്ച് ഷൂട്ടിംഗ് നടത്തുവാൻ ആലോചിച്ചു. പിന്നീട് അതും വേണ്ടെന്ന് വച്ചു. അങ്ങനെയാണ് ബാംഗ്ലൂർ ലൊക്കേഷനായി തിരഞ്ഞെടുത്തത്. ലൊക്കേഷൻ നിശ്ചയിച്ചതിനു ശേഷം ജയരാജിന് വിശ്രമിക്കാൻ സമയമുണ്ടായിരുന്നില്ല. രാവും പകലും സംവിധായകൻ ചിത്രത്തിനു വേണ്ടി മാത്രം വിനിയോഗിച്ചു. തിരക്കഥ എഴുത്ത് പുരോഗമിക്കുന്നതിനിടയിൽ മദ്രാസിൽ നിന്ന് ജയരാജിന് ഒരു സന്ദേശം എത്തി. മമ്മൂട്ടിയുടേതായിരുന്നു ആ സന്ദേശം. ഉടൻ ഷൂട്ടിംഗ് തുടങ്ങണം. ആർക്കായാലും ഇത് കേൾക്കുമ്പോൾ തന്നെ ടെൻഷനാകും. ഒരുക്കങ്ങളൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല. ജയരാജിനെയും കിടിലം കൊള്ളിക്കാനേ മമ്മൂട്ടിയുടെ ഈ സന്ദേശം ഉപകരിച്ചുകൊള്ളൂ. പ്രധാന പ്രശ്നം തിരക്കഥ തന്നെയായിരുന്നു. അത് പൂർണ്ണമായും പേപ്പറിലായിരുന്നില്ല. അങ്ങനെയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഷൂട്ടിംഗ് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞത്. അതോടെ ജയരാജ് ആകെ വിഷമിച്ചു. ജയരാജ് വിഷമിച്ചതിൻ്റെ ഇരട്ടി രഞ്ജിത്ത് വിഷമിച്ചു. മമ്മൂട്ടി ഒഴികെയുള്ള താരങ്ങളെ എല്ലാം കണ്ടെത്താൻ ശ്രമം തുടങ്ങി. അങ്ങനെ ശങ്കരാടി, തമിഴ് നടി രഞ്ജിത, മണിയമ്പിള്ള രാജു തുടങ്ങിയവരെ ഫിക്സ് ചെയ്തു. ഇനി വേണ്ടത് മമ്മൂട്ടിയുടെ അനിയൻ ബോബിയെയാണ്. അതിന് പല മലയാളി നടന്മാരെയും നോക്കിയെങ്കിലും ശരിയായില്ല. ബോബിക്ക് ഓമനത്തമുള്ള മുഖമുണ്ടായിരിക്കണം, ഡാൻസ് നന്നായി അറിഞ്ഞിരിക്കണം. ഇതൊക്കെയായിരുന്നു ജയരാജിൻ്റെ ഡിമാൻഡ്. അങ്ങനെ ഇരിക്കെ പ്രൊഡ്യൂസർ സാബു ചെറിയാൻ്റെ സുഹൃത്ത് ബോംബെയിലുള്ള സന്തോഷ് ഒരാളെ സജസ്റ്റ് ചെയ്തു. ജീത് ഉപേന്ദ്ര, ബോംബെയിൽ ജനിച്ചു വളർന്ന മലയാളിയാണെങ്കിലും അയാൾ മലയാള ഭാഷയിൽ അത്ര ഫ്ലുവൻ്റ് അല്ല. പക്ഷെ നല്ലൊരു ഡാൻസറാണ്. അങ്ങനെ ജീത് ബോബിയായി. എന്നാൽ പ്രധാന വില്ലൻ്റെ കാസ്റ്റിംഗ് ആയിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അത് മലയാളിയാകാൻ പാടില്ല, ഒരു മലയാളി ടച്ച് പോലും വരാൻ പാടില്ല. അങ്ങനെ ഒരാളെ തേടി ധാരാളം നടന്നെങ്കിലും കണ്ടെത്തിയില്ല. ഒടുവിൽ പ്രധാന വില്ലനെയും കണ്ടുപിടിക്കാൻ ജീത്തിനെ കണ്ടുപിടിച്ച സന്തോഷിനെ തന്നെ ഏൽപ്പിച്ചു. അയാൾ ഗോപാൽ പൂജാരി എന്നൊരാളെ ജയരാജിൻ്റെ അടുക്കലെത്തിച്ചു. സിനിമയിൽ വില്ലനാകാൻ വന്ന ഗോപാൽ പൂജാരി ജീവിതത്തിലും ഒരു വില്ലനായിരുന്നു. വെറും വില്ലനല്ല, ഒരു അധോലോക രാജാവ്. കേരളത്തിലെത്തിയ ഗോപാൽ പൂജാരി ജയരാജിനെ കണ്ടു.
പറഞ്ഞുകെട്ട സ്വഭാവം പോലെ ആയിരുന്നു പൂജാരിയുടെ ആകാരവും. ഒത്ത ഉയരം, ഒത്ത വണ്ണം. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും വില്ലനാകുവാൻ പറ്റിയ കക്ഷിയാണെന്ന്. ഗോപാൽ പൂജാരി കേരളത്തിലെത്തിയപ്പോൾ തന്നെ ബോംബെയിൽ നിന്ന് ജയരാജിന് സന്ദേശം വന്നു. അയാളെ സൂക്ഷിക്കണം. ശത്രുക്കൾ ആവശ്യം പോലെ ബോംബെയിലുണ്ട്. അവരിൽ പലരും പൂജാരിയെ തേടി നടക്കുകയാണ്. ഏതായാലും ചിത്രീകരണം തുടങ്ങാമെന്ന തീരുമാനത്തിൽ രഞ്ജിത്തിനെയും ടെക്നീഷ്യന്മാരെയും കൊണ്ട് ജയരാജ് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. ബാംഗ്ലൂരിലെത്തിയ ജയരാജ് രഞ്ജിത്തിനോടും നടൻ അഗസ്റ്റിനോടുമൊപ്പം ബാംഗ്ലൂരിലെ പബ്ബുകൾ കാണാൻ പോയി. ബാംഗ്ലൂരിലെ പബ് കൾച്ചർ മനസ്സിലാക്കുകയായിരുന്നു ലക്ഷ്യം. സ്വാമി എന്ന കഥാപാത്രത്തിന് അപ്പോഴും ആരും ശരിയായിരുന്നില്ല. അങ്ങനെ ജയരാജ് അവരുമായി പബ് വേൾഡ് എന്നൊരു പബ്ബിൽ കയറി ടേബിളിൽ ഇരിക്കുമ്പോൾ ഒരു മുടി വളർത്തി ഉയരം കൂടിയ ഒരാൾ അവിടെയുള്ള പല ടേബിളിൽ പോയി പരിചയം പുതുക്കുന്നതും സംസാരിക്കുന്നതും ശ്രദ്ധിച്ചു. അവിടെ കൂടിയിരുന്ന ആൾക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് അയാൾ എന്ന് ജയരാജിന് തോന്നി. ജയരാജ് രഞ്ജിത്തിനെ വിളിച്ച് അയാളെ കാട്ടിക്കൊടുത്തു. നമ്മുടെ സ്വാമിക്ക് ഇയാൾ കറക്റ്റ് ആവില്ലേ? രഞ്ജിത്തും അതിന് ശരിവെച്ചു. അങ്ങനെ അവർ അയാളെ വിളിച്ചു പരിചയപ്പെട്ടു. പേര് കമൽ ഗൗർ. ആളൊരു രാജസ്ഥാൻകാരനാണ്. പക്ഷേ ഇപ്പോൾ ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ്. അല്ലറ ചില്ലറ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നു. സംസാരത്തിനിടയിൽ അയാൾക്ക് അഭിനയമാണ് താല്പര്യമെന്ന് ജയരാജ് മനസ്സിലാക്കി. തുടർന്ന് അയാളുടെ വിവിധ പോസിലുള്ള ഫോട്ടോകളും എടുത്തു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവർ പിരിഞ്ഞു. അന്നേ ദിവസം തന്നെ വളരെ യാദൃശ്ചികമായി ജയരാജ് രഞ്ജിത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്തിനെ കണ്ടു. VK പ്രകാശ്. ആൾ ബാംഗ്ലൂരിൽ അറിയപ്പെടുന്ന ഒരു ആഡ് ഫിലിം ഡയറക്ടറാണ്. പിൽക്കാലത്ത് VK പ്രകാശ് അറിയപ്പെടുന്ന സിനിമാ സംവിധായകനായി മാറി. VKPയോട് കമൽ ഗൗർ എന്ന മോഡലിനെ പറ്റി ചോദിച്ചു. VKPക്കും അയാളെ പരിചയമുണ്ട്. കൂടാതെ അയാളെപ്പറ്റി നല്ല അഭിപ്രായവും പറഞ്ഞു. അങ്ങനെ VKPയുടെ അഭിപ്രായം കൂടി കേട്ടപ്പോൾ കമൽ തന്നെ സ്വാമിയായി മതിയെന്ന് ജയരാജും രഞ്ജിത്തും ഉറപ്പിച്ചു. വ്യത്യസ്തമായ ബോഡി ലാംഗ്വേജിലൂടെയും സ്വാഭാവികമായ അഭിനയ ശൈലിയിലൂടെയും കമൽ ഗൗർ സ്വാമി എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കി. സിനിമയിലുടനീളം ചില്ലറ ആൾട്രേഷനോടുകൂടി കമൽ ഗൗറിൻ്റെ സ്വന്തം ഡ്രസ്സുകൾ തന്നെയാണ് സ്വാമിക്ക് കോസ്റ്റ്യൂമായി ഉപയോഗിച്ചത്. ഇതിനിടയിൽ 10 ദിവസത്തെ തയ്യാറെടുപ്പ് കൊണ്ട് പാട്ടുകളുടെ കമ്പോസിംഗ് നടത്തി. ഗിരീഷ് പുത്തഞ്ചേരി ആയിരുന്നു ഗാനരചയിതാവ്. കവിതയും മറ്റുമായി കഴിഞ്ഞുകൂടിയിരുന്ന ആളായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി. ഇതിനു മുൻപ് 4ഓളം ചിത്രങ്ങൾക്ക് പാട്ടെഴുതിയിട്ടുണ്ടെങ്കിലും അവയൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിനു മുൻപുള്ള സിനിമകളിലും ഗിരീഷിനെ ശുപാർശ ചെയ്തത് തിരക്കഥാകൃത്ത് രഞ്ജിത്തായിരുന്നു. അധികം അറിയപ്പെടാത്ത പുതിയ ഒരാളെ വെച്ച് ജോണി വാക്കറിൻ്റെ ഗാനരചന നടത്തുന്നതിനോട് പ്രൊഡ്യൂസറിന് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഗിരീഷ് ഇല്ലെങ്കിൽ താൻ ഇല്ല എന്ന നിലപാടിൽ രഞ്ജിത്ത് ഉറച്ചു നിന്നു. ഒടുവിൽ രഞ്ജിത്ത് വിജയിച്ചു. മാത്രമല്ല ജോണി വാക്കറിലെ എല്ലാ ഗാനങ്ങളും ഹിറ്റാവുകയും ചെയ്തു. പ്രത്യേകിച്ച് ശാന്തമീ രാത്രിയിൽ എന്ന് തുടങ്ങുന്ന ഗാനം ഏറെ ഹിറ്റായി. SP വെങ്കടേഷ് ആയിരുന്നു സംഗീതം. ബാംഗ്ലൂരിലെത്തിയ ശേഷമാണ് രഞ്ജിത്ത് ശരിക്കും തിരക്കഥ എഴുതാൻ തുടങ്ങിയത്. ജയരാജ് ഈ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നത് മുതൽ തീരുന്നത് വരെയുള്ള കാര്യങ്ങൾ നടന്നത് വളരെ വേഗത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ സംഘത്തിൽ ലേറ്റായി കൂടിയ രഞ്ജിത്തിന് ബാംഗ്ലൂരിലെത്തിയ ശേഷമാണ് തിരക്കഥയിൽ ശരിക്കും ശ്രദ്ധിക്കാൻ കഴിഞ്ഞത്. ബാംഗ്ലൂരിലെ ആശ്രയ ഇൻ്റർനാഷണലിലാണ് ജോണി വാക്കർ സംഘം ക്യാമ്പ് ചെയ്തത്. എന്നാൽ അവർ ബാംഗ്ലൂരിലെത്തിയ സമയം വളരെ മോശപ്പെട്ടതായിരുന്നു. കാവേരി പ്രശ്നത്താൽ ബാംഗ്ലൂർ ആകെ തിളച്ചു മറിയുന്ന സമയം. ഷൂട്ടിംഗ് തുടങ്ങാൻ മദ്രാസിൽ നിന്നെത്തിയ ജനറേറ്റർ വാഹനത്തിൻ്റെ ടയർ പ്രക്ഷോഭക്കാർ കുത്തിക്കീറി. പിന്നീട് കേരളത്തിലും തമിഴ്നാട്ടിലും നിന്നുള്ള വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ മാറ്റി കർണാടക നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ചാണ് ബാംഗ്ലൂരിലേക്ക് തിരിച്ചത്. ഷൂട്ടിംഗ് ആരംഭിച്ച് ബാംഗ്ലൂരിൻ്റെ വിവിധ ഭാഗങ്ങൾ നാടും നഗരവും കോളേജും ഒക്കെ ഷൂട്ടിങ്ങിനായി തിരഞ്ഞെടുത്തു. ഇതിനിടയിൽ ഷൂട്ടിങ്ങിന് പലപ്പോഴും തടസ്സമുണ്ടായി. ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത റോഡുകളിൽ കർണാടകക്കാർ തമിഴരെ ആക്രമിക്കുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു. ഒരിക്കൽ നഗരപ്രാന്തത്തിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ സോഡയേറുമുണ്ടായി. യൂണിറ്റ് വാഹനങ്ങൾ കേടുവരുത്തുന്നതും സ്ഥിരം സംഭവമായിരുന്നു. കാവേരി ട്രിബ്യൂണൽ കർണാടകക്കാരിൽ ഉണ്ടാക്കിയ പ്രതിഷേധത്തിൻ്റെ പരിണിത ഫലങ്ങളായിരുന്നു ഇതൊക്കെ. ബാംഗ്ലൂരിലുണ്ടായിരുന്ന മലയാളിയായ അലക്സാണ്ടർ സിനിമാ സംഘത്തെ ശരിക്കും സഹായിച്ചു. ചില ദിവസങ്ങളിൽ 2000-ഓളം വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെയും കൊണ്ട് ഷൂട്ടിംഗ് നടത്തുമ്പോൾ കാവേരി പ്രശ്നം സിനിമാ സംഘത്തെ ശരിക്കും വലച്ചു. ക്രൈസ്റ്റ് കോളേജിനുള്ളിൽ അർദ്ധരാത്രിയിൽ മമ്മൂട്ടിയെ വെച്ച് മിന്നും പളുങ്കുകൾ എന്നൊരു പാട്ട് ചിത്രീകരിക്കുകയായിരുന്നു സംവിധായകൻ ജയരാജ്. ഏതാനും തമിഴർ ഉൾപ്പെടെ 1500-ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഗേറ്റിന് പുറത്തൊരു ജനക്കൂട്ടം തടിച്ചുകൂടി. അവർ സോഡാക്കുപ്പികളും ഇഷ്ടികകളും എറിയാൻ തുടങ്ങി. ഇത് കണ്ടുനിന്ന ജയരാജ് ഷൂട്ടിംഗ് നിർത്തിവെച്ചു.
മമ്മൂട്ടിയെ കോളേജിലെ ഒരു മുറിക്കുള്ളിലേക്ക് സുരക്ഷിതമായി മാറ്റുകയും സെക്യൂരിറ്റി ഗാർഡുകൾ പുറത്ത് കാവൽ നിൽക്കുകയും ചെയ്തു. തുടർന്ന് സിനിമാ സംഘം പോലീസിൻ്റെ സഹായം തേടി. ഭാഗ്യവശാൽ പ്രതിഷേധക്കാർ ക്യാമ്പസിനുള്ളിലേക്ക് കടന്നില്ല. ഷൂട്ടിങ്ങിലുടനീളം മറ്റ് അസ്വസ്ഥതയുണ്ടാക്കുന്ന സംഭവങ്ങളും ഉണ്ടായിരുന്നു. മമ്മൂട്ടി അതിവേഗത്തിൽ പോകുന്ന ബൈക്കിൽ നിന്ന് തെറിച്ചു വീഴേണ്ട ഒരു രംഗമുണ്ടായിരുന്നു. ഒരു സ്റ്റണ്ട് ഡ്രൈവറാണ് ആ രംഗം ചെയ്തത്. നിർഭാഗ്യവശാൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ അയാൾക്ക് പരിക്കേറ്റു. അയാളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു. പിന്നീട് കബ്ബൺ പാർക്കിൽ വെച്ച് ജോണിയുടെ അനിയനും മറ്റും സഞ്ചരിക്കുന്ന ബൈക്കുകൾ വില്ലന്മാർ തടയുന്ന ഒരു രംഗം രാത്രി ചിത്രീകരിക്കുകയായിരുന്നു. അവരെ തടയുന്നതിനായി ബൈക്കുകളുടെ മുന്നിലേക്ക് കുറേ ബിയർ കുപ്പികൾ ഉരുട്ടിവിട്ടു. നിർഭാഗ്യവശാൽ ഒരു ബൈക്ക് തെന്നി മാറി വന്ന് ക്യാമറയിൽ ഇടിക്കുകയും ബൈക്ക് ഓടിച്ചയാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഡിസംബറിലായിരുന്നു ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നിരുന്നത്. അക്കൊല്ലത്തെ പുതുവത്സരാഘോഷം ജോണി വാക്കർ സംഘം ആഘോഷിച്ചത് ബാംഗ്ലൂരിലാണ്. മുഴുവൻ ചെറുപ്പക്കാരും ന്യൂ ഇയർ ആഘോഷത്തിൽ പങ്കുകൊണ്ടു. ഇത്രയും ആഹ്ലാദകരമായ ഒരു പുതുവത്സരാഘോഷം താൻ കണ്ടിട്ടില്ലെന്നാണ് സംവിധായകൻ പറയുന്നത്. അന്നേരം മമ്മൂട്ടി ശാന്തമീ രാത്രിയിൽ എന്ന ഗാനവും ആലപിച്ചു. ജോണി വാക്കർ കാണുന്നവരുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന രംഗമാണ് അതിലെ നൃത്ത സീനുകൾ. ഇത്രയും മനോഹരമായി ആരാണ് നൃത്ത സംവിധാനം ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ആലോചിച്ചു പോകും. പിന്നീട് ചെറുപ്പക്കാരുടെ ഹരമായി മാറിയ പ്രഭുദേവയായിരുന്നു ജോണി വാക്കറിൻ്റെ ഡാൻസ് കൊറിയോഗ്രാഫർ. ഏകദേശം 30 ദിവസത്തെ ഷൂട്ടിംഗ് ബാംഗ്ലൂരിൽ പൂർത്തിയാക്കിയ യൂണിറ്റ് ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ചെന്നൈയിൽ ഏതാനും ദിവസത്തെ ചിത്രീകരണത്തിന് ശേഷം ഊട്ടിയിലേക്ക് ഷിഫ്റ്റായി. ഊട്ടിയിൽ വച്ച് ഷൂട്ടിങ്ങിൽ പങ്കുകൊണ്ടിരുന്ന ഒരു കാളവണ്ടിക്കാരൻ കുളിക്കാനായി കായലിലിറങ്ങിയപ്പോൾ മുങ്ങി മരിച്ച സംഭവവും ഉണ്ടായി. ഊട്ടിയിൽ വച്ച് ചിത്രീകരിച്ചത് ജോണിയുടെ ഫാം ഹൗസ് ആയിരുന്നു. ഷൂട്ടിങ്ങിനിടയിൽ വില്ലനായി അഭിനയിച്ച ഗോപാൽ പൂജാരിയുടെ പെരുമാറ്റം ജയരാജിനെ വല്ലാതെ ആകർഷിച്ചു. ഇത്രയും നല്ല ഒരു മനുഷ്യനെ താൻ ഇതുവരെ കണ്ടിട്ടില്ല. വില്ലന്മാർക്ക് നല്ല മനസ്സുണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല. പൂജാരിയെ കൊല്ലാൻ ആരെങ്കിലും ബാംഗ്ലൂരിൽ എത്തുമോ എന്ന് ഭയന്നാണ് ഞങ്ങൾ കഴിഞ്ഞതെങ്കിലും ആ മനുഷ്യനിൽ നിന്നും ഒരു ശല്യവും ഉണ്ടായിരുന്നില്ല. പുള്ളിയുടെ പ്രൊട്ടക്ഷൻ പുള്ളി തന്നെ ചെയ്യും. കയ്യിലൊരു തോക്ക് എപ്പോഴും ഉണ്ടാകും. അതുപോലെ തന്നെ ഓരോ ദിവസവും സെറ്റിലെ ആക്ടേഴ്സിന് സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കുന്നതും പതിവായിരുന്നു. പിൽക്കാലത്ത് പൂജാരി ഒരു വെടിവയ്പിൽ കൊല്ലപ്പെട്ടു. ചെന്നൈയിലാണ് ചിത്രത്തിൻ്റെ ടെക്നിക്കൽ ജോലികൾ നടന്നത്. എഡിറ്റിങ്ങും മറ്റും നടക്കുമ്പോൾ തന്നെ സാങ്കേതികമായി ജോണി വാക്കർ വളരെ ഉയരത്തിലാണെന്ന് അഭിപ്രായം ഉണ്ടായി. മമ്മൂട്ടിക്ക് ശാന്തമീ രാത്രിയിൽ എന്ന ഗാനരംഗം ഏറെ ഇഷ്ടമാവുകയും അടുത്ത സുഹൃത്തുക്കളെ വിളിച്ച് അത് കാണിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. ഈ പാട്ട് സീൻ കണ്ട ജോഷി ഉൾപ്പെടെയുള്ള സംവിധായകർ നല്ല അഭിപ്രായവും രേഖപ്പെടുത്തുകയുണ്ടായി. ചിത്രം റിലീസിന് തയ്യാറാകുമ്പോൾ പ്രിവ്യൂ കാണിച്ചു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എന്നാൽ മമ്മൂട്ടി അവസാനം അന്ധനായി മാറുന്ന രംഗം വേണ്ടായിരുന്നു എന്ന് ചിലരെങ്കിലും അഭിപ്രായപ്പെട്ടു. റിലീസ് ഡേറ്റ് അടുത്തപ്പോൾ ജയരാജ് മൂകാംബികയിലേക്ക് പോയി. സാധാരണ സ്വന്തം ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്ന സമയത്തെല്ലാം ജയരാജ് മൂകാംബികയിലായിരിക്കും. ഇങ്ങനെ മൂകാംബികയിൽ കഴിയുന്ന സമയത്ത് കേരളത്തിൽ ജോണി വാക്കർ റിലീസ് ചെയ്തു. കോട്ടയത്ത് അനുപമയിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത്. അനുപമയിൽ വൻ കളക്ഷൻ നേടി. ചെറുപ്പക്കാരായിരുന്നു പ്രധാനമായും ഈ ചിത്രത്തിൻ്റെ പ്രേക്ഷകർ. കേരളത്തിലെത്തിയ ഉടൻ തന്നെ പ്രൊഡ്യൂസർ പ്രേം പ്രകാശ് ചിത്രത്തിൻ്റെ പ്രതികരണം ജയരാജിനെ വിളിച്ച് അറിയിച്ചു. ക്ലൈമാക്സ് രംഗം ചിത്രത്തിൽ കണ്ടതുപോലെ ആയിരുന്നില്ലെങ്കിൽ ഇതിലും വലിയ ഹിറ്റായേനെ എന്ന് ജയരാജ് ഇന്നും വിശ്വസിക്കുന്നു. കാരണം സ്ത്രീകൾക്ക് അവസാനത്തെ രംഗം തീരെ ഇഷ്ടമായില്ല. അറിയപ്പെടുന്ന മറ്റൊരു ഹിറ്റ് സിനിമയുടെ ചരിത്രവുമായി ഹിറ്റുകളുടെ കഥയിൽ നമുക്ക് വീണ്ടും കാണാം.